ഹായ് എന്തൊക്കെയുണ്ട്? ക്യാൻസലായി ഓൾറെഡി. ഹായ് എന്തൊക്കെയുണ്ട്? സുഖല്ലേ? കേട്ടില്ലേ? തലക്ക് മീതെ പൊട്ടുന്നുണ്ട്. എപ്പോഴാണ് ആവും? ഇന്ന് വർക്ക് വന്നത് ഇന്നല്ല, ഒരാഴ്ചത്തോളമായി വണ്ടി വന്നിട്ട്. ഓടി ക്യൂസ് സൂപ്പർ ചാർജ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നായിരുന്നു. കസ്റ്റമർ എഞ്ചിൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. ഭയങ്കര സൗണ്ടായിരുന്നു സൂപ്പർ ചാർജ് ആയിരുന്നു കംപ്ലൈൻറ്റ്. അത് മാറുന്നതിന് മുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുമ്പം ഒത്തിരി വർക്ക് ഉണ്ടായിരുന്നു ഇതിൽ. ഓൾറെഡി ഫുൾ ഓയിൽ ലീക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഞ്ചിനും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. 1-2 പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ ഈ ഒരു സെക്കൻഡ് ഹാൻഡ് ഓടി Q7 ഒക്കെ എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ എന്താ അഭിപ്രായം എന്നുള്ളത്. അവർക്ക് വേണ്ടിയിട്ടും കൂടി ഉള്ള വീഡിയോ ആണിത്. നല്ല രീതിയിൽ തന്നെ എഞ്ചിൻ ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല ടൈമിംഗ് കിറ്റ് ഇതുവരെ മാറിയിട്ടില്ല എന്ന് കസ്റ്റമറും പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തേക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് എഞ്ചിനും ഗിയർ ബോക്സും എല്ലാം കൂടെ ഒരുമിച്ച് താഴത്തേക്ക് ഇറക്കിയത്. ഈ കിടക്കുന്നതെല്ലാം ഈ വണ്ടിയുടെ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഇനി തിരിച്ച് ഫിറ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഓഡീൻ്റെ വർക്ക് എടുത്തിട്ടുള്ളവർക്ക് അറിയാം, എഞ്ചിനും ഗിയർ ബോക്സൊക്കെ ഇറക്കി അതേപോലെ ടൈമിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ഈ കാണുന്ന ലെവലിൽ കംപ്ലീറ്റ് സാധനങ്ങൾ നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരും. നല്ല രീതിയിൽ തന്നെ വർക്കുണ്ട്. അതുകൊണ്ടാണ് സർവീസ് കോസ്റ്റും ലേബർ ചാർജും ഒക്കെ കൂടുതലായിട്ട് വരുന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ വണ്ടികൾക്ക്. ഈ ടൈപ്പ് എഞ്ചിൻ്റെ കോമൺ കംപ്ലൈൻ്റ് ആണ്. കംപ്ലൈൻ്റ് ഒന്നും പറയാൻ പറ്റില്ല. ഇത് കുറച്ച് കിലോമീറ്റർ ആയി കഴിയുമ്പോൾ കാലപ്പഴം കൊണ്ട് ഇങ്ങനെ ഈ ടൈമിംഗ് ചെയിൻ്റെ ഗൈഡും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോകും. അപ്പം നമ്മൾ ഇതേപോലെ ടൈമിംഗ് കിറ്റ് കംപ്ലീറ്റ് മാറുകയാണ് ചെയ്യാറ്. ടൈമിംഗ് ചെയിൻ അതേപോലെ ടെൻഷനർ ഗൈഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു കിറ്റായിട്ട് തന്നെ മാറുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ എഞ്ചിൻ്റെ ബാക്ക് സൈഡിലാണ് ടൈമിംഗ് വരുന്നത്. അപ്പോൾ ഓൾറെഡി ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത് പോസ്റ്റ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ പഴയ സൂപ്പർ ചാർജ്, കംപ്ലൈൻ്റ് ആയ സൂപ്പർ ചാർജ്. കേട്ടല്ലോ സൗണ്ട്? ഈ സൗണ്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിലുണ്ടായിരുന്നു. കേൾക്കുമ്പം മൊത്തം എഞ്ചിൻ പോയ പോലെ തോന്നും. സൂപ്പർ ചാർജ് വേറെ കൊണ്ടുവന്നിട്ടുണ്ട്. കാണുമ്പോൾ അത്യാവശ്യം പുതിയതുപോലെയാണ് തോന്നുന്നത്. സെക്കൻഡ് ഹാൻഡ് ആണ്, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഓടിയൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഈ ഒരു കാര്യങ്ങൾ കൂടിയൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കുക. ടൈമിങ്ങിൻ്റെ വർക്കുകളുണ്ടാവും, അതേപോലെ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങുക.